എനിക്ക് പറ്റില്ല സിദ്ധു, എനിക്ക് പറ്റില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ വരുന്നു. സിദ്ധു എന്തടി എന്തിനാടി കരയുന്നേ? എന്തു പറ്റി? എന്തിനാടാ കരയുന്നേ? എന്തു പറ്റി? ഗൗരി ഡി നിർത്ത്. എന്തടി കാര്യം? എന്തിനാ പെട്ടെന്ന് കരയുന്നേ? എന്തിനാ നീ എന്നെ അടിക്കുന്നേ? എവിടെയായിരുന്നു നീ? ഞാൻ ക്ലിനിക്കിലായിരുന്നു. നീ വിളിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാ എനിക്ക് ഓർമ്മ വന്നേ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നാണ് റിസപ്ഷൻ. അവനാണെങ്കിൽ എന്നെ വിളിച്ചിരുന്നു, വരുന്നില്ലേ ചോദിച്ച്. വിളിച്ച സ്ഥിതിക്ക് എങ്ങനെ പോവാതിരിക്കുക വിചാരിച്ച് ഒരു ഫോർമാലിറ്റിക്ക് വിഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാ. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ യൂഷ്വൽ റോഡിൽ ഏതോ ഒരു ആക്സിഡന്റ്. അപ്പം ഞാൻ ചുറ്റിയാ വന്നേ, അതാ ലേറ്റായേ. അല്ല നീ നീ ഇതിനാണോ കരഞ്ഞേ? എന്നാ നിനക്ക് വിളിച്ച ഫോൺ എടുത്തൂടെ? അത് ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ സൈലന്റ് മാറ്റാൻ മറന്നുപോയി. പിന്നെ ഫോൺ വണ്ടിയിലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഞാനത്ര പേടിച്ചു പറയോ? എന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി പറയും ചെയ്തു. ഇത്ര സമയമായിട്ട് അവിടെ കാണാനുമില്ല. ഞാൻ പിന്നെ ഇതിന് എന്താ മനസ്സിലാക്കണ്ടേ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഞാനും തന്നെ ചിറ്റപ്പനെ വിളിച്ച് പറയാൻ പോവാ. അറിയട്ടെ മോന് 3 മാസങ്ങള്. സോറിഡി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, പ്രോമിസ്. ഗൗരി ഗൗരി എനിക്ക് കേൾക്കാം. എന്റെ സ്വത്തല്ലേ, അച്ഛനോട് പറയല്ലേ. ഈ പാവ ഹസ്ബൻഡിനോട് ഒന്ന് ക്ഷമിക്കടോ. എന്താ നീ ഒന്നും ഉണ്ടാത്തേ? ചിരിച്ചല്ല. ഓക്കെ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, ഒരുമിച്ച് കഴിക്കാം. ആ പിന്നെ അച്ഛനോട് പറയില്ലല്ലോ അല്ലേ? ഇല്ല. എന്നാ ഞാൻ പോയിട്ട് വേഗം കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് സിദ്ധാർത്ഥ അവിടെ നിന്ന് പോയി. എന്ത് പറ്റി ഇവൾക്ക്? തല്ലൂടാതെ തന്നെ സമ്മതിച്ചല്ലോ. ഇവൾക്ക് എന്തോ ഒരു ചേഞ്ച്. ഇനി വല്ല പ്ലാൻ ചെയ്യുന്നുണ്ടാവോ? ഓ, ആ കുട്ടിത്തലയിൽ നീ എന്താണ് ഉദിക്കണേ? നീ ഒന്ന് ഇരുന്ന് ഇമാജിൻ ചെയ്യേ. സിദ്ധുവിനെ നിന്റെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റ്. അവനില്ലാത്ത ലൈഫ് എങ്ങനെ ഇരിക്കും നീ ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്കൊരു ഉത്തരം കിട്ടും. നിനക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ, നിനക്കത് ആലോചിക്കുമ്പോ തന്നെ ചങ്കം മുറുക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മീര, ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് നീ ആലോചിക്കണ്ട, അത് നിനക്ക് തോന്നണം. Just close your eyes and think about it. You will get your answer, definitely. ഇപ്പൊ എനിക്ക് മനസ്സിലായി മീര. I'm in love with Sidhu.
നല്ല രസമുണ്ടല്ലേ കാണാൻ? ഇതേപോലെ ഇങ്ങനെ ഇരുന്ന എത്ര നന്നായിരുന്നല്ലേ സിദ്ധു? ഇങ്ങനെയെന്ന് വെച്ചാ ഞാൻ നിന്റെ കൂടെ ഇതേപോലെ കൈപ്പിടിച്ച് ലൈഫ് ലോങ്. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ സ്ട്രെയിറ്റ് ആയി കാര്യം പറയാം. എനിക്ക് നിന്റെ കൂടെ ശരിക്കണം. കുറേ തല്ലിവിടണം, കുറേ നിന്നെ സ്നേഹിക്കണം. ഇത് എപ്പോ, എങ്ങനെ, എവിടെ വെച്ച് ഒന്നിനോട് ചോദിക്കല്ലേ, എനിക്കറിയില്ല. പിന്നെ പ്രണയം സമയം കാര്യം നോക്കിയാണോ വരുന്നേ? അല്ലല്ലോ. എനിക്ക് പിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ ഇത് തമാശയായിട്ട് എടുക്കരുത്. ഞാൻ നിന്റെ മുന്നിൽ നിന്റെ കൈയും പിടിച്ച് ഇപ്പൊ പറയാ സിദ്ധു, ഐ സ്വപ്നാർന്നോ? ഓ സിദ്ധു, ഇവർക്ക് വിളിക്കാൻ വേണ്ട സമയം എന്റെ നല്ലൊരു സ്വപ്നം നശിപ്പിച്ച്. ഹലോ, ആ പറഞ്ഞ പലക്കേ. എന്തടി ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ അപ്പൊ നീ ചെയ്തതോ? അതിന് ഞാനെന്ത് ചെയ്തെന്നോ? ഇപ്പൊ നീ എന്നെ വിളിച്ചില്ലാതെ ഞാൻ നിനപ്പോ എന്ത് പ്രോ, എന്താ കാര്യം? അത് അല്ല, നീ എന്തിനാ വിളിച്ചേ? അതാദ്യം പറ. ഞാൻ ലഞ്ച് ബോക്സ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു, ഒന്ന് കൊണ്ടുവരുമോ? ആ ശരി ശരി, ഞാൻ എടുത്തിട്ട് വരാം. ഹലോ ഡോക്ടർ. ഹായ്, വാട്ട്സ് യുവർ നെയിം? ഗൗരി. മൈ നെയിം ഈസ് ഗൗരി. സ്വീറ്റ് നെയിം. എന്ത് പറ്റിയതാ ഗൗരി മോൾക്ക്? ഞാൻ കുറേ ചോക്ലേറ്റ് കഴിച്ചു, അത് കാരണം ക്യാവിറ്റി പ്രോബ്ലം ആണെന്ന് അമ്മ പറഞ്ഞു. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ചോക്ലേറ്റ്? ആ, എനിക്ക് ഒരുപാട് ഇഷ്ടം ചോക്ലേറ്റ്. ഓക്കേ, ഇപ്പൊ ഇവിടെ കിടക്ക്, അങ്കിൾ ചെക്ക് ചെയ്യട്ടെ. ഈ മെഡിസിൻ 3 days കൊടുക്കണം. വേദന കുറഞ്ഞോളൂ. വേദന കുറഞ്ഞാൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഓക്കെ ഡോക്ടർ. മോൾക്ക് ചോക്ലേറ്റ് മാത്രമാണോ ഇഷ്ടം, അതോ ഐസ്ക്രീം ഇഷ്ടമാണോ? എനിക്ക് ചോക്ലേറ്റും ഐസ്ക്രീം ഒക്കെ ഇഷ്ടം. ഓഹോ, അപ്പോൾ നെക്സ്റ്റ് ടൈം ചെക്കപ്പിന് വരുമ്പോൾ അങ്കിള് ഐസ്ക്രീം വാങ്ങിത്തരാം. ഓക്കെ? ബേബി ഗൗരി അമ്മയെ ഒന്ന് നോക്കി സമ്മതത്തിന് വേണ്ടി. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. അങ്കിളുടെ പേരെന്താ? സിദ്ധാർത്ഥ്. ഞാൻ സിദ്ധു എന്ന് വിളിക്കാം. നോ ഗൗരി, മമ്മി എന്താ പറഞ്ഞു തന്നേ? മുതിർന്നവരെ പേര് വിളിക്കാൻ പാടില്ല. ഹേ, അതൊന്നും സാരല്ല, ചെറിയ മോളല്ലേ. ഗൗരി മോൾക്ക് എന്താണ് ഇഷ്ടം അതുപോലെ വിളിച്ചോ. ഓക്കെ? മോളെ പോലെ എനിക്കും ഒരു ഗൗരിയെ അറിയാം. ആ, മോളെ പോലെ അവൾക്കും ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ വരൂലോ. മോൾക്ക് കാണണോ? കമോൺ. മമ്മി, ഞാൻ സിദ്ധുവിന്റെ കൂടെ പോവാണേ. ലേറ്റ് ആവല്ലേ? അതേസമയം പുറത്ത് ഗൗരിയും അശ്വിനും സംസാരിച്ചു നിൽക്കുകയായിരുന്നു. സിദ്ധു, ഇതാരുടെ മോളാ? ചെക്കപ്പിന് വന്നതാ. ഇവളെ പേരെന്താണെന്നറിയൂ? അതെനിക്കെങ്ങനെ അറിയാനാ, ഞാനിപ്പോ കണ്ടല്ലോ മോളെ. നീ തന്നെ ചോദിക്കേ. ഓക്കേ, വാട്ട് ഈസ് യുവർ നെയിം?
ഗൗരി. ആഹാ, മൈ നെയിം ഈസ് ഓൾസോ ഗൗരി. ഹൈ ഫൈ. സിദ്ധു, ഇതാണോ അങ്കിളെ പറഞ്ഞ ഗൗരി? സിദ്ധുവിന് ആരയ്യ ആൻറ്റി? ഗൗരി പറ സിദ്ധു. ഗൗരി, മമ്മിക്ക് ഡാഡി എങ്ങനെയാണോ അതുപോലെ സിദ്ധു നീ ഗൗരി. ഐ എം റൈറ്റ്? അപ്പോൾ ബൈ ഡോക്ടർ. ഗൗരി, ഡോക്ടറോട് ബൈ പറഞ്ഞേ. ബൈ ഡോക്ടർ. എന്തൊക്കെ വിട്ടായിരുന്നല്ലേ ആ മോള്, എന്ത് രസമായിരുന്നു. അതേപോലെ ഒരു മോള് നമ്മുടെ വീട്ടിലിരുന്ന നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസാ. ബട്ട് അതെന്താ ഒരു ബട്ട്? അത് അതിലുള്ള പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. എന്താ എന്ത്? നീ ഇന്ന് ഫ്രീ അല്ലേ? ആ അതെ. എന്നാ നീ ഇവിടെ ഇരുന്നോ, എൻ്റെ കാർ അശ്വം വൈകിട്ട് കൊണ്ടുപോകും. അപ്പൊ തിരിച്ചു പോവാൻ ഞാൻ വേറെ ബസ്സൊന്നും പിടിക്കണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോവാം. ആ ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഗൗരി, ഗൗരി എന്നെ ഓർമ്മയുണ്ടോ? രാഹുൽ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫൈൻ. കോളേജിൽ വെച്ച് കണ്ടതുപോലെയല്ല, നീ നന്നായി മാറിയല്ലോ. എല്ലാം മാറി. രാഹുൽ, നീയും? ഞാൻ നിന്നെ ഇൻസ്റ്റാ ഒക്കെ നോക്കിയല്ലോ, നീ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിർത്തിയോ? ഏയ്, ഞാൻ എൻ്റെ യൂസർ നെയിം ഒന്ന് മാറ്റി, ഫ്രം ഗൗരി പ്രസാദ് ടു ഗൗരി സിദ്ധാർത്ഥ്. വെയിറ്റ്, ആർ യു മാരീഡ്? എന്താ, എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചെറിയ കുട്ടിയെ പോലെയല്ലേ ഇരുന്നിരുന്നേ. എല്ലാവരും എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ഐ ലേൺ ദിസ് ഫ്രം യു. എനിക്കറിയാം നിനക്ക് ഹേർട്ടായിരുന്നു, ബട്ട് പഴയതൊക്കെ സംസാരിച്ചിട്ട് ഇപ്പം എന്തിനാ? അതൊന്നും ഇനി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഗൗരി, I moved on and I'm into a new life. Oh, wait. ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ ഹസ്ബൻഡിനെ. സിദ്ധു, വാ. എന്താ വരുന്നു? ദിസ് ഈസ് രാഹുൽ, എൻ്റെ കോളേജ് സീനിയറാ. ഹായ്, ഐ എം സിദ്ധാർത്ഥ്. രാഹുൽ. ഓക്കെ, ഞാൻ പോവാ, തിരക്കുണ്ട്. യു ഗൈസ് ക്യാരി ഓൺ. പോകുന്നതിന് മുന്നേ രാഹുൽ ഗൗരിയെ പാളി നോക്കി. പോവാം വീട്ടിലേക്ക്.
സിദ്ധു റോഡിനരികിൽ കാറ് നിർത്തി. സിദ്ധു ഗൗരിയെ ഒന്ന് നോക്കി. അവൻ എൻ്റെ എക്സ് ക്രഷായിരുന്നു. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അവൻ PG ചെയ്യായിരുന്നു. കോളേജിൽ എല്ലാവർക്കും അവൻ്റെ വലിയ ക്രൈസായിരുന്നു. അവൻ ഗേൾസിനോടൊന്നും അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതല്ല. ബട്ട് അവനാണ് എൻ്റെ അടുത്ത് വന്ന് ആദ്യം സംസാരിച്ചത്. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും ഞങ്ങൾ നല്ല ക്ലോസായി. ഇറ്റ് ഫോംഡ് ആസ് എ ക്രഷ് ഇൻ മൈ ഹാർട്ട്. ഞാനൊരു ദിവസം അവനോട് പോയി പറഞ്ഞു, ഐ എം ഹാവിങ് ക്രഷ് ഓൺ യു. പക്ഷേ അന്നു മുതൽ അവൻ എന്നെയായിട്ട് പിന്നെ സംസാരിച്ചിട്ടില്ല. ഞാൻ മിണ്ടാൻ കുറേ ശ്രമിച്ചു, കുറേ ട്രൈ ചെയ്തു. ബട്ട് ഹി ഡിഡ്ന്റ്. സോ പിന്നെ ഞാനും ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നീട് ഒരു ദിവസം അവൻ വന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, സെറ്റ് ആവണമെങ്കിൽ റിലേഷൻഷിപ്പിലാവാമെന്നും പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. അതിനുശേഷം കുറേ ദിവസങ്ങൾ ഞാൻ കുറേ സംസാരിച്ചു. എനിക്കൊരു നല്ലൊരു പ്രതീക്ഷ തന്നെ തന്നു. അതിനുശേഷം എൻ്റെ ഫ്രണ്ടിന് ഞാൻ അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ അന്ന് അവൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഹീസ് ഇൻ ലവ് വിത്ത് മൈ ഫ്രണ്ട്. അതും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത ഫ്രണ്ടായിട്ട്. എന്നോട് സംസാരിച്ചത്, ടൈം സ്പെൻഡ് ചെയ്തത് എല്ലാം അവളുടെ കൂടെ ക്ലോസ് ആവാൻ വേണ്ടിയായിരുന്നു. അവളുടെ കൂടെ ക്ലോസ് ആവാൻ വേണ്ടി അവരെൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ചു. ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ഫെയർവെൽ തന്ന അവൻ അവളെ പ്രപ്പോസ് ചെയ്തു, എല്ലാവരും മുന്നിൽ വെച്ച്, ഇൻക്ലൂഡിങ് മീ. അവളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഐ ഫെൽറ്റ് ബിട്രേഡ്. അത് വെറും ഒരു ക്രഷ്. എനിക്കറിയണ്ടായിരുന്നില്ല അന്ന് ആരെ വിശ്വസിക്കണമെന്ന്. ഫ്രണ്ട് ഒരു സൈഡിൽ ക്രഷ്, എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും പോയതിനു ശേഷം അവൻ എന്നോട് സൂര്യമൊക്കെ വന്ന് പറഞ്ഞു. പക്ഷേ അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അവനെ യൂസ് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. അവനെന്നെ ചെറിയ കുട്ടിയായിട്ട് അത്ര കണ്ടേക്കുന്നേ. ഞാനൊന്നും പറഞ്ഞില്ല. അതൊന്നും പറയാതെ അവിടെ നിന്ന് പോന്നു. പിന്നീട് 4 വർഷത്തിന് ശേഷം ഇന്ന് അവനെ കാണുന്നേ. എന്തിനാ എന്നെ തന്നെ നോക്കിയിരിക്കുന്നേ? അവൾ തലയാട്ടി. കുറച്ചു ദൂരം പോയതിനു ശേഷം സിന്ധു കാർ നിർത്തി. ഇറങ്ങ. എന്തിനാ? പറയാം, നീ പറഞ്ഞ. എന്തിനാ ഇവിടെ നിർത്തിയേ? കുറച്ചേരം നടക്കാം. അവരുടെ ഇടയിലെ നിശബ്ദത മാറ്റിക്കൊണ്ട് സിദ്ധു സംസാരിച്ചു. ഗൗരി, നീ ആകാശത്ത് നോക്കുമ്പോ നിനക്കെന്താ തോന്നുന്നേ? എന്താ തോന്നുന്നേന്ന്? ലോങ് ലാസ്റ്റിംഗ്, നല്ല ദൂരത്താ, ആർക്കും തൊടാൻ പോലും പറ്റാതെ നല്ല ദൂരത്ത് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ആ കാണുന്ന ആകാശത്ത് അതിൻ്റെ ഉള്ളിൽ നിറയെ മേഘങ്ങളുണ്ട്. പുതിയ മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നീങ്ങി നീങ്ങി പോകുന്നു. ശരിയല്ലേ? നമ്മുടെ ലൈഫും അതുപോലെ തന്നെയാ. നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാർ വരും, അതുപോലെ നീങ്ങി പോവുകയും ചെയ്യും. എന്നാൽ കുറച്ച് പേരുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എങ്ങനെയെന്നറിയോ? ഈ കാണുന്ന ആകാശം പോലെ എത്ര മേഘങ്ങൾ കടന്നു പോയാലും ചിലർ നമ്മുടെ ലൈഫിൽ ആകാശം പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. നീ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ്.